ഞാനും മമ്മൂട്ടിയും കൂടി ഒരിക്കൽ പണ്ട് ഈ വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കൊരു യാത്ര രാത്രിയാണ്. അപ്പോൾ ഞാൻ ഒരു ടാക്സി വിളിക്കാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങളെ വിടാം, ഞങ്ങൾ രണ്ടാളും കാറിൽ കയറി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ MT യുടെ ഒരു പുതിയ സിനിമ അഭിനയിക്കാൻ പോകുന്നത്. MT എഴുതിയതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കാര്യം ആ ക്യാരക്ടർ ചന്തുവാണ്. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ കോഴിക്കോട് പോയിട്ട് MT കൊണ്ട് എൻ്റെ പോർഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്തു, എന്നിട്ട് അത് കാസറ്റിലിട്ടു. അത് ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നു. എന്നിട്ട് വടക്കൻ വീരഗാഥ തുടങ്ങുന്നേക്കാൾ എത്രയോ മുമ്പ് MT യുടെ ശബ്ദത്തിൻ്റെ കൂടെ ഈ കാസറ്റ് പ്ലേ ചെയ്തിട്ട് MT യുടെ ശബ്ദത്തിൻ്റെ കൂടെ മമ്മൂട്ടി ആ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇരുമ്പാണി തട്ടി മുളയാണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള MT എവിടെ നിർത്തുന്നു, എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മറിമായത്തിൽ എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം. ഇതൊരു വലിയ വിജയമാവട്ടെ. ഈ സിനിമ നമ്മുടെ മലയാളത്തിലൊരു തരംഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും വലിയ സന്തോഷം തോന്നി. മറിമായത്തിൽ അഭിനയിക്കുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയാം, ഞാൻ ഈ പരിപാടിയുടെ വലിയൊരു ആരാധകനാണ്. പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണികണ്ഠൻ അടക്കമുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ സിനിമയെ സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിനോദ് ഗോവിന്ദൊക്കെ ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടില്ല, ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടിട്ടില്ല. പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ചു പോകാറുണ്ട്. പ്രത്യേകിച്ചും സ്നേഹമൊക്കെ ഇപ്പോഴും അത്ഭുതകരമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ശ്രീകുമാറിനൊക്കെ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് സുപരിചിതമാണ്. ഇന്നത്തെ എപ്പിസോഡ് അടക്കം ഞാൻ കണ്ടു, അതിഗംഭീരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നതിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ്, സപ്തകരങ്ങിനെ തന്നെയാണ്. കാരണം ആദ്യം തയ്യാറെടുക്കുന്ന ഒരു വ്യക്തികളുണ്ടല്ലോ, ഒരു 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 മിനി സ്ക്രീനിന്റെ മുന്നിലേക്ക് മാത്രം മറഞ്ഞു നിൽക്കാതെ അവരെ ബിഗ് സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പൊ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് മറിമായം ടീമിന്റെ സിനിമ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. സിനിമ എന്തായാലും നന്നായിരിക്കുന്നവരെ അവർ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും അവർ അത് അവതരിപ്പിക്കുന്ന രീതികളും. കുറെ കാലമായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം ഭാഗം ഇല്ലാത്തത്. പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാനൊക്കെ ആലോചിച്ചിരുന്നു സന്ദേശത്തിന് ഒരു സെക്കൻഡ് പാർട്ട് വേണം. കാര്യം 32 കൊല്ലമായി സന്ദേശം ഇറങ്ങിയിട്ട്. പക്ഷെ ആ ധർമ്മമാണ് മറിമായൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹിക വിഷയങ്ങളെ വിശകലനം ചെയ്ത് ശ്രീനിവാസനൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്കൊരു സിനിമയാക്കെന്ന് ചിന്തിക്കുമ്പോഴേക്കും അത് മനോഹരമായിട്ട് ഇവർ കണ്ടെത്തുകയും അവര് അതിന് മുന്നോടിയായിട്ട് തന്നെ സ്ക്രീനിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്കത് വലിയൊരു ആരാധനയോടെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിനുള്ള എല്ലാ വ്യക്തികളും എല്ലാ വിജയത്തിന്റെ പിന്നിലും ശക്തമായ ഒരു സമർപ്പണം തന്നെയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു പബ്ലിസിറ്റിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ഓരോ എപ്പിസോഡും അതുപോലെ തന്നെ ഓരോ സിനിമയും ആദ്യത്തേതാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് മണികണ്ഠനും സലീമിനൊക്കെ നന്നായിട്ട് അറിയാം, അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം എല്ലാ വിജയത്തിന്റെ പിന്നിലും കഠിനമായ പ്രയത്നങ്ങളുണ്ട്. എന്നെ ക്ഷണിക്കാൻ വന്ന ഇവരടുത്ത് ഞാൻ പറഞ്ഞു, മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും വെറുതെ അല്ല 40 കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത്. അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം കൊണ്ടാണ്, ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ആത്മാർത്ഥമാണ്. അപ്പൊ മമ്മൂട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, മമ്മൂട്ടിയുടെ മുമ്പ് വെച്ച് അധികം പറയാറില്ല.